തമിഴ്നാട്ടിൽ ഔദ്യോഗിക ചടങ്ങുകളിലെ ഗാനാലാപന ക്രമത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ നിയമതർക്കങ്ങൾ പുതിയ തലത്തിലേക്ക്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ വന്ദേമാതരം ആലപിച്ച് ആരംഭിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ സർക്കുലർ ഇറക്കി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹർ ഘർ തിരംഗ ക്യാമ്പയിന്റെയും വന്ദേമാതരത്തിന്റെ 150-ാം വാർഷിക ആഘോഷങ്ങളുടെയും ഭാഗമായാണ് മദ്രാസ് ഹൈക്കോടതിയുടെ നടപടി. ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ പുറപ്പെടുവിച്ച സർക്കുലർ പ്രകാരം സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകളിൽ ആദ്യം ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കുകയോ പ്ലേ ചെയ്യുകയോ വേണം. തുടർന്ന് ദേശീയ പതാക ഉയർത്തുകയും അതിനുശേഷം ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി വിജയ് തമിഴ് തായ് വാഴ്ത്ത് ആദ്യമേ ആലപിക്കണമെന്ന പ്രമേയം ഏകകണ്ഠമായി പാസാക്കിയതും ഉത്തരവിറക്കിയതും. സംസ്ഥാനത്തിന്റെ ഭാഷാപരമായ അവകാശത്തിലും തനിമയിലും വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ച വിജയ് സർക്കാർ വന്ദേമാതരം ആദ്യം ആലപിക്കണമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിനെതിരെ നിലപാട് കടുപ്പിച്ചിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെ പുറത്തുവന്ന മദ്രാസ് ഹൈക്കോടതി സർക്കുലറിൽ തമിഴ് തായ് വാഴ്ത്തിനെ കുറിച്ച് പരാമർശമില്ലെന്നതും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ജനം, ഡൽഹി.